കിടക്കുകയാണ് ഈ കോശവൻ. സുഗതാ, എടാ വങ്ക, കള്ളും കുടിച്ച് വന്ന് കിടക്കണ കിടപ്പ് കണ്ടില്ല അവൻ. അവൻ നന്ന് കഴിച്ചില്ല. ഇത് ഇന്നലെ കഴിച്ചെന്റെ കേങ്ങോറാണ് സത്യം. ആൻ്റെ അടുക്കല്ലേ? ആനോട് ഒറ്റയ്ക്കാ? അയ്യോ, അവിടെ നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ. ഏതുണ്ണി? നമ്മുടെ രണ്ടാം പാപ്പായ. അവിടെ പാപ്പാനും കീപ്പാനൊന്നുമില്ല. ആനവിടെ കുറുമ്പളൊക്കെ നിൽക്കണം, അങ്ങോട്ട് ചെല്ലുക. ഞാനൊന്നും പോവില്ല മണിക്കൂട്ടിന്റെ അടുത്തേക്ക്. ഒരു വൃത്തികെട്ട ആനയാണ്, പറഞ്ഞു ഒന്നും കേൾക്കില്ല. ഞാൻ അവനെ ചവിട്ടി കൂട്ടിയിട്ട് മുതലാളി ഓർത്തിട്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. നാളല്ലേ മുതലാളി എഴുന്നള്ളിപ്പ്? എഴുന്നള്ളിപ്പ് നാളെ ആണെങ്കിൽ അല്ല, 9 മണിക്ക് വണ്ടി വരും എനിക്കറിയാം. ഞാൻ ജോലിയിൽ ഭയങ്കര സിൻസിയറാണേ. ഞാൻ വേറെ പാപ്പാനെ കിട്ടുമോ നോക്കാം. ഔ, എന്താന്ന് അങ്ങനെ പറഞ്ഞു? തന്നെ കൊണ്ടൊന്നും സാധ്യമില്ലടോ. അല്ല, നാളെ പോണ്ടേ? കേരളം പാപ്പാണോ? വരിക വരിക. അവിടെ നിൽക്കുക. എടാ ശുംഭ, തന്നോടാ പടി ഇങ്ങോട്ട് കയറാതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? തന്നെ കാണാൻ വന്നല്ലോടോ അതിന്റെ. ഞാൻ മണിക്കൂട്ടിനൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നാ. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. താൻ ആളെ കൂട്ടി വന്നാലും ഇല്ലെങ്കിലും തനിക്ക് ഇനി ഇവിടെ പണിയില്ല. ജോലിന്റെ കാര്യം പറയാനല്ല നമ്മൾ വന്നത്, പിന്നെ ആനേന്റെ കാര്യം പറയാനാണ്. ആനയുടെ എന്ത് കാര്യം? നിങ്ങൾ ഇവിടുത്തെ ആനേനെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടിക്കുന്നു. ഈശ്വരനോ? ഈശ്വരൻ അവിടെ ആനയെ നോക്കല് ഫുൾ ടൈം അല്ല സാറേ, ഫുൾ ടൈം അല്ല. ഈ വയസ്സാം കാലത്ത് അവനെ കണ്ടിട്ട് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവന് കണ്ണിന് കാഴ്ച കുറവുണ്ട് സാറേ, വേറെ ബുദ്ധിമുട്ടുകളുണ്ട് അവന്. മതപ്പാടുള്ള സമയത്ത് ഇങ്ങനെ പുറത്തിറക്കി നടക്കാൻ പാടില്ല. ദേഷ്യം കൂടുന്ന സമയമാണേ. ഓ, നല്ല അറിവാണല്ലോ. ഏറെക്കുറെ. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കൂട്ടും കൂടി ഇണ തേടി ഇര തേടി നടന്ന പാവം ജീവിയാണ് ആന. അതിനെ പിടിച്ചുകൊണ്ടുവന്ന കാലം മുതൽ ചങ്ങല കെട്ടി നരകിപ്പിക്കല്ല നിങ്ങൾ. മാറങ്ങില്ല നിങ്ങൾ കേട്ടിക്കണോ? അങ്ങനെ വല്ലതും ഉണ്ടാക്കാൻ പറയാ. നമുക്ക് അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. പറഞ്ഞോളാ. അഷ്ടായുർവേദത്തെ കുറിച്ചും അത് എഴുതിയ പാലകാമ്പ്യനെ കുറിച്ചും നിങ്ങൾ കേട്ടിക്കണോ? പാലകമ്പ്യോ? പാലകമ്പ്യല്ല, പാലകാമ്പ്യ മുനി. പാലകാമ്പ്യ മുനി ഒന്ന് മിണ്ടാടെ നിൽക്ക പറയണേ. മാതങ്കലിയെ കുറിച്ച് 24 മണിക്കൂറും പറയുന്നതുകൊണ്ടാണല്ലോ തന്നെ മാതങ്ക മൊയ്തു എന്ന് പറയണത്. അതൊക്കെ അറിയാലോ. ആ രീതിയിൽ വേണം ആനയെ പരിചരിക്കാൻ. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആന നിങ്ങൾ അനുസരിക്കണതെന്ന്. അല്ല, ക്രൂര പീഡനങ്ങളാലേ മനസ്സ് ഭയന്നിട്ടാണ് അത് നിങ്ങൾ അനുസരിക്കണത്. അടേ, താനെന്താ പൊട്ടണ? അതുകൊണ്ടല്ലേ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നല്ല ഫട കൊടുക്കണം. അങ്ങനെ പടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഇയാളെ കയ്യിലൊരു 16 കൊല്ലൊരു ചൈനങ്ങൾ തല്ലി തമ്പറക്കടോ. എന്താ പറയുന്നത്? ദുഷ്ടതരം ചെയ്തിട്ട് വർത്താനം പറയാൻ നിൽക്കുക. അടേ അടേ അടേ, എടോ മൊയ്തു, ബീഹാറിലെ സോൻപൂർ മേളയിൽ നിന്ന് മുമ്പ് ആനകളെ വാങ്ങാമായിരുന്നു. ഇപ്പോൾ സർക്കാർ അത് തടഞ്ഞു. കാട്ടിക്കയറി ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ മെരുക്കാനും പാടില്ല. ആകെ നമുക്കുള്ളത് 100-400 ആനകൾ. ഈ ആനകളെ വെച്ച് വേണം കേരളത്തിലുള്ള ഉത്സവങ്ങൾ മുഴുവൻ നടത്താൻ. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ചില ആനകൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് സഹിക്കുക. അല്ലാതെ എല്ലാവരും കൂടെ സംഘം ചേർന്ന് മുതലാളിമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറ്റം പറയും. നിങ്ങളൊക്കെ കാശ് എണ്ണി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പാവങ്ങളെങ്ങനെ കണ്ണീര് കുടിക്കണേ? അതേടോ, കാശിന് വേണ്ടിയിട്ട് തന്നെ ആനയെ വാങ്ങണത്. അല്ലാണ്ട് എന്തിനാ ആനയെ വാങ്ങിയിട്ട് എനിക്ക് അലമാരയിൽ വെച്ചാൽ മുട്ടിയാൽ മതിയോ?